നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ 141 കോടി ജനങ്ങളുള്ളതിൽ അതിൽ 4.5 കോടി ജനങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. അതായത് പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിന് അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ ജനസംഖ്യയുടെ വെറും 3.2% ആൾക്കാർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ ഒരുപാട് പുറയിലാണെന്നല്ലേ. അപ്പോൾ എൻ്റെ തന്നെ വീഡിയോയിൽ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താണെന്നും നിങ്ങളത് എടുത്തിരിക്കേണ്ടത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ പല ആൾക്കാരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ഏതാണ് നല്ല ലൈഫ് ഇൻഷുറൻസ്, എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും ആര് എത്ര രൂപയ്ക്ക് ഇത് എടുക്കേണ്ടതുണ്ടെന്നും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിന്ന് മാർക്കറ്റിൽ പല ടൈപ്പിൽ ഉള്ള ലൈഫ് ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻഡോവ്മെൻറ്റ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ലൈഫ് ഇൻഷുറൻസിനെ എടുത്ത് വെച്ചുകൊണ്ട് ആണ് പഠിപ്പിച്ച് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ടേം ഇൻഷുറൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ടേം ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രീമിയം ഇത്തരത്തിൽ ആ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അടച്ചുകൊണ്ടിരിക്കും. ആ ഒരു കാലയളവിനുള്ളിൽ ആ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ എത്ര രൂപയുടെ ആ ഒരു ഇൻഷുറൻസ് ആണോ പുള്ളി എടുത്തിട്ടുള്ളത് ആ ഒരു തുക ഇത്തരത്തിൽ അദ്ദേഹം ആ ഒരു ഇൻഷുറൻസിന്റെ നോമിനിക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ 25ാമത്തെ വയസ്സിൽ ഇത്തരത്തിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു എന്ന് കരുതുക. അങ്ങനെ അദ്ദേഹം ഒരു 30 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അത് അദ്ദേഹം ഒരു 40 വർഷത്തേക്കുള്ള ഒരു ടേം ഇൻഷുറൻസ് ആണ് എടുത്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു 30 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എല്ലാ വർഷവും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു 30 വയസ്സൊക്കെ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബത്തിലെ ചെലവും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്ന അദ്ദേഹം മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു കുടുംബം ഇത്തരത്തിൽ ആ ഒരു കുടുംബത്തിൻ്റെ ഇൻകം മൊത്തത്തിൽ നിന്ന് പോകും അല്ലേ. ആ ഒരു സമയത്ത് ഈ പുള്ളിക്ക് ഈ ഒരു ടേം ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇൻഷുറൻസിൻ്റെ തുക എന്തായിരുന്നു ആ ഒരു തുക ഇത്തരത്തിൽ ആ ഒരു ഫാമിലിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഒരു ഫാമിലിക്ക് എന്തായാലും ആ മരണപ്പെട്ട വ്യക്തിയുടെ ആ ഒരു നഷ്ടം എന്തായാലും നികത്താനായിട്ട് പറ്റുകയില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം കൊണ്ടുവന്നിരുന്ന ആ ഒരു ഇൻകം അവിടെ നിന്നുകൊണ്ട് അവരൊരു വലിയ ഫിനാൻഷ്യൽ ട്രബിളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ഇത്തരത്തിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ടേം ഇൻഷുറൻസ് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതാണ് ടേം ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് ടേം ഇൻഷുറൻസ് എന്നും അതിൻ്റെ ഗുണം എന്താണെന്നും. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ആരെല്ലാം ആയിരിക്കണം ഈ ഒരു ടേം ഇൻഷുറൻസ് ബൈ ചെയ്യേണ്ടതെന്നായിരിക്കും അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഫസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു വരുമാനം കൊണ്ടുവരുന്ന ആ ഒരു നെടുന്തൂണെന്ന് കരുതുക. അതായത് ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ചിലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അച്ഛനമ്മമാരെ നോക്കേണ്ട അവരുടെ ചിലവുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളാണ് ആ ഒരു മെയിൻ നെടുന്തൂണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണം. ഇനി നമ്മളൊരു സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വലിയ അസറ്റുകളോ മറ്റു കാര്യങ്ങളോ വലിയ സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണം. ഇനി അതല്ല നിങ്ങൾ ഇത്തരത്തിൽ വലിയൊരു കടക്കാരനാണ്, നിങ്ങൾ കിട്ടുന്ന ജോലിയിൽ നിന്ന് EMI മറ്റു കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കാർ ലോൺ ആണെങ്കിലും ഹോം ലോൺ ആണെങ്കിലും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിരിക്കണം. കാരണം ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസിലൂടെ എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും ആ ഒരു വ്യക്തിയുടെ ആ ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞ ഇത്തരത്തിൽ ആ ഒരു വീട്ടുകാരെ വലിയ രീതിയിൽ ബാധിക്കും. അതൊരിക്കലും നമുക്ക് ഒന്നിലും കവർ ചെയ്യാനായിട്ട് പറ്റുകയില്ല. എന്നാൽ അതേസമയം തന്നെ അവർക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസിനെ കവർ ചെയ്യാനായിട്ട് ഈ പറയുന്ന ടേം ഇൻഷുറൻസ് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടേം ഇൻഷുറൻസ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ആരെല്ലാമാണ് ബൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞ ഇത്തരത്തിൽ എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത്. അതായത് ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് ഒരു 20 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നേരത്തെ ഇത്തരത്തിൽ ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടതുണ്ടോ അതോ ഇത്തരത്തിൽ കുറേ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എപ്പോഴാണോ തലയിൽ വരുന്നത് ആ ഒരു സമയത്ത് മാത്രം എടുത്താൽ മതിയോ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ടേം ഇൻഷുറൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര നേരത്തെ എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രീമിയം കുറച്ച് കൊടുത്താൽ മതിയാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് ടേം ഇൻഷുറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 20ാമത്തെ വയസ്സിലാണ് ഇത്തരത്തിൽ വർഷം ഒരു 10,000 രൂപ കൊടുത്തുകൊണ്ട് ആ ഒരു ടേം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ടൈം ഇൻഷുറൻസിൻ്റെ ടൈം പീരീഡ്
പീരീഡ് നിങ്ങൾ എത്രയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഉദാഹരണത്തിന് ഒരു 30 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു 30 വയസ്സാകുന്നിടം വരെ എല്ലാ വർഷവും നിങ്ങൾ ആ ഒരു 10,000 രൂപ തന്നെ ഫിക്സഡ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ആ ഒരു എമൗണ്ട് കൂടുന്നത് ആയിരിക്കില്ല. എന്നാൽ നിങ്ങളൊരു 30-35 വയസ്സൊക്കെ ആയിട്ട് ആ ഒരു കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാണോ തലയിൽ വരുന്നത് ആ ഒരു സമയത്ത് മാത്രം എടുത്താൽ മതി എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു 35-ാമത്തെ വയസ്സിലേക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു വർഷത്തെ പ്രീമിയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 25,000 രൂപയൊക്കെ വന്നേക്കാം. അതായത് ഈ രണ്ട് കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര നേരത്തെ എടുക്കുന്നോ അതാണ് ബെനിഫിഷ്യൽ എന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. അതായത് നിങ്ങൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പ്രീമിയം കുറച്ച് കിട്ടുന്നതാണ്, അതുപോലെ തന്നെ അത്ര അധികം കാലത്തെ ആ ഒരു കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു 30-35 വയസ്സിൽ ആ ഒരു ടൈമിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുവരെയുള്ള കവറേജ് കിട്ടുകയില്ല. അതുപോലെ തന്നെ ആ ഒരു ടൈം തൊട്ട് എത്ര നാളാണോ നിങ്ങൾ കവർ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ കൊടുക്കേണ്ട ആ ഒരു പ്രീമിയം എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിൽ നമ്മൾ മൊത്തത്തിൽ കൊടുത്ത എമൗണ്ട് ഒന്ന് സം ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ എടുത്ത് തന്നെയായിരിക്കും പ്രീമിയം കുറവെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത പ്രീമിയം തുകയില്ലേ, ആ ഒരു പ്രീമിയം തുക എല്ലാ വർഷവും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾഡ് ടാക്സ് റിജീമിലാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടേം ഇൻഷുറൻസ് എത്ര നേരത്തെ എടുക്കാൻ പറ്റുന്നോ അത്രയും നേരത്തെ എടുക്കുന്നതാണ് ബെനിഫിഷ്യൽ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് എത്ര രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് എടുക്കേണ്ടതെന്ന്. അതായത് ചില ആൾക്കാർ 1 കോടി എടുക്കുന്ന കാണാൻ പറ്റും, അതുപോലെ തന്നെ 2 കോടി എടുക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് നമ്പർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ ഈ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആനുവൽ ഇൻകം എത്രയാണോ അതിൻ്റെ ഒരു 10 ടൈംസ് എങ്കിലും നിങ്ങൾ മിനിമം ആ ഒരു ഇൻഷുറൻസ് കവറേജ് എടുത്തിരിക്കണം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ആനുവൽ ഇൻകം എന്ന് പറഞ്ഞ ഇത്തരത്തിൽ 10 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് 1 കോടി രൂപയുടെ എങ്കിലും ഇത്തരത്തിൽ ഇൻഷുറൻസ് കവറേജിനായിട്ട് സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ 1 കോടി രൂപ ആകണമെന്ന് നിർബന്ധമോ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. എന്നാൽ ആ ഒരു ഇൻഷുറൻസ് കവറേജ് എത്രയാണോ കൂടുന്നത് അതനുസരിച്ച് താഴെ പ്രീമിയവും കൂടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടേം ഇൻഷുറൻസ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ആരെല്ലാമാണ് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ കവറേജ് എത്ര ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ചവറ് പോലെ ലൈഫ് ഇൻഷുറൻസുകളും ടീം ഇൻഷുറൻസുകളും നമുക്ക് ലഭ്യമാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് ശരിയായ ഒരെണ്ണം നല്ലത് സെലക്ട് ചെയ്യേണ്ടത്? അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 3 റേഷ്യോസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ റേഷ്യോ ആണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞത് ഒരു 98 ആണെങ്കിൽ 100 പേര് ഇത്തരത്തിൽ ആ ഒരു ഇൻഷുറൻസ് ക്ലെയിമിന് അപേക്ഷിച്ചിട്ട് 98 പേർക്കും അവരത് പാസ്സാക്കി കൊടുത്തു, അല്ലെങ്കിൽ അവരത് സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുത്തു, 2 പേർക്ക് റിജക്റ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നല്ലതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ ഇത്തരത്തിൽ എത്ര പേർക്ക് കൊടുത്തു എന്നുള്ള നമ്പർ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ആ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് അതായത് 98 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതും എന്നാൽ ഈ കൊടുക്കാത്ത 2 പേരുടെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതുമാണെങ്കിലോ അപ്പം നമുക്കിത് മനസ്സിലാവില്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നോക്കേണ്ട റേഷ്യോ ആണ് ഇത്തരത്തിൽ എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ASR റേഷ്യോ എന്താണെന്ന് പറയുകയാണെങ്കിൽ എത്ര രൂപയുടെ ആ ഒരു സെറ്റിൽമെന്റിനുള്ള അപേക്ഷയാണ് വന്നിട്ടുള്ളത്, അതിൽ നിന്ന് എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ASR റേഷ്യോ എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു 100 കോടി രൂപ ഇത്തരത്തിൽ സെറ്റിൽമെന്റ് ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവർ 90 കോടി രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ്, ബാക്കി 10 കോടി കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ടോട്ടലി എത്ര രൂപയാണ് ക്ലെയിമിനായിട്ട് അപേക്ഷ വന്നതെന്നും അതിൽ നിന്ന് എത്ര കൊടുത്തുവെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മൂന്നാമത്തെ റേഷ്യോ ആണ് ക്ലെയിം റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റേഷ്യോയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എത്ര ക്ലെയിംസ് ടോട്ടൽ വന്നിട്ടുണ്ടോ അതിൽ നിന്ന് എത്ര ശതമാനം റിജക്ട് ചെയ്തു എന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ 1% അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് ഇത്തരത്തിൽ ഈ ഒരു ക്ലെയിം റിജക്ഷൻ റേഷ്യോ വന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത്രയും ആ ഒരു റിജക്ഷൻ്റെ ആ ഒരു റേഷ്യോ കുറവാണെന്നാണ്. അതായത് ഇത് എത്ര കുറയുന്നു അത്രയും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ 3 റേഷ്യോസും എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നായിരിക്കും അല്ലേ. അതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ ഏത് ഇൻഷുറൻസ് ആണോ ഏത് ടേം ഇൻഷുറൻസ് ആണോ എടുക്കാനായിട്ട് പോകുന്നത് അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ അവരുടെ റിപ്പോർട്ടുകളിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ IRDAIയുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞ ഇത്തരത്തിൽ ഈ ഒരു ഇൻഷുറൻസിന്റെ ആ ഒരു റെഗുലേറ്ററി ആണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് എന്താണെന്നും അതേ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം.
ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്ന ആ ഒരു ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് എൻഡോവ്മെന്റ് ആണോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കിയിരിക്കുക. അതായത് ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത്തരത്തിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾ പ്രീമിയം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷമാണെങ്കിൽ ആ ഒരു 30 വർഷം നിങ്ങൾ പ്രീമിയം കൊടുത്തിട്ട് ആ ഒരു 30 വർഷം കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ആ ഒരു പ്രീമിയം കൊടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്, അതായത് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ ആ പറഞ്ഞ അത്ര കാലം കൊടുത്ത പൈസ അവിടെ നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു രൂപ പോലും ഇത്തരത്തിൽ കവറേജ് ആയിട്ട് കിട്ടുന്നതുമല്ല, കാരണം ആ ഒരു കാലാവധി കഴിഞ്ഞു അല്ലേ. എന്നാൽ ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ ആ ഒരു എൻഡോൺമെന്റ് ഇൻഷുറൻസ് പ്ലാനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു കാലാവധി തീരുന്ന സമയത്ത് വരെ അദ്ദേഹം ഇത്തരത്തിൽ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കും. പിന്നീട് ആ ഒരു പ്ലാൻ പ്രകാരം എത്ര രൂപയാണോ ആ ഒരു മെച്യൂരിറ്റി പീരീഡിൽ ആ ഒരു പൈസ ഇത്തരത്തിൽ അദ്ദേഹം മരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ടേം ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു വ്യക്തി ആ ഒരു കാലയളവ് കഴിയുന്ന സമയത്ത് മരണപ്പെട്ടില്ലെങ്കിൽ ആ ഒരു പൈസ മുഴുവൻ പോകുന്നതാണ്, അത് നഷ്ടമാണെന്നില്ലേ. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു എൻഡോൺമെന്റിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു കാലാവധി കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് തിരികെ കിട്ടുമെന്നല്ലേ. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ടേം ഇൻഷുറൻസിന്റെ കേസിൽ ഈ ഒരു വ്യക്തി എല്ലാ വർഷവും കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രീമിയം തുക എന്ന് പറയുന്നത് 10,000 രൂപയാണെങ്കിൽ ഇതേ പദ്ധതിക്ക് ഇത്തരത്തിൽ ഈ ഒരു എൻഡോൺമെന്റിന്റെ കേസിൽ കൊടുക്കേണ്ടി വരിക ചിലപ്പോൾ ഒരു 25,000 രൂപയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എൻഡോൺമെന്റ് കേസിലാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്ത മണി എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു സ്ഥാപനം തന്നെ ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വലിയൊരു റിട്ടേൺസ് അവരെടുത്തിട്ട് ചെറിയൊരു റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളൊരു എൻഡോമെന്റ് പ്ലാൻ എടുക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 25,000 രൂപയാണെങ്കിൽ അതിൽ നിന്നൊരു 10,000 രൂപ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ടേം ഇൻഷുറൻസിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് അവിടെ സേഫ് ആക്കാനായിട്ട് പറ്റുന്നതാണ്. ബാക്കി വരുന്ന 15,000 രൂപ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് പണം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും രണ്ടായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും ഇതിനെ ജോയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ കൊണ്ടുപോകുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. രണ്ടാമതായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്തരത്തിലൊരു ടേം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഒരു പൈസ കിട്ടണമല്ലോ. എന്നാൽ ആ പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് 2 കോടിയാണെങ്കിൽ ആ ഒരു ഫാമിലിക്ക് ഒരുമിച്ച് ആ ഒരു 2 കോടി കിട്ടിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ അവർക്ക് അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു പൈസ അവർക്ക് തന്നെ ഡയറക്റ്റ് ലംസമായിട്ട് പേ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി അവർക്ക് ആ ഒരു വലിയ എമൗണ്ട് വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് വീണ്ടും ഒരു ഫിനാൻഷ്യൽ ബാധ്യമാവും അല്ലേ. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്തിട്ട് അവർ അക്കൗണ്ടിലേക്ക് വരുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വലിയൊരു എമൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ലംസമായിട്ട് തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലംസമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ നേരത്തെ ഇത്തരത്തിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സോ അല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു മേഖലയിലുള്ള കവറേജ് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ആ ഒരു എക്സ്ട്രാ പ്രീമിയം ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഇൻഷുറൻസ് ഇതിനു വേണ്ടി എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഇതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട 4ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പം എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ വരുത്താതിരിക്കുക. അത് മാത്രമല്ല, ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതേപറ്റി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ ഷുഗറോ ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രീമിയത്തിൻ്റെ ആ ഒരു പ്രൈസ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ അതൊക്കെ മറച്ച് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു എമർജൻസി ഉണ്ടായിട്ട് ഇത്തരത്തിൽ ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട സമയം എപ്പോഴാണോ ആ ഒരു സമയത്ത് അവരത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താണ് ലൈഫ് ഇൻഷുറൻസ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ആരെല്ലാമാണ് എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത്, അതിൻ്റെ കവറേജ് എത്രയായിരിക്കണം തുടങ്ങി ഇത്തരത്തിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഇത്തരത്തിൽ ഇതുവരെ ടേം ഇൻഷുറൻസോ കാര്യങ്ങളോ ലൈഫ് ഇൻഷുറൻസോ ഒന്നും തന്നെ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് അനാലിസിസ് ചെയ്തിട്ട് ഇത്തരത്തിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും